ഈ ഒരു മരണവാർത്ത പോലെ തന്നെ ഒരു ദുരൂഹത നിറഞ്ഞൊരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പാപ്പനംകോട് നടന്ന തീപിടുത്തം. തീപിടുത്തം എന്ന് ആദ്യം കരുതിയിരുന്നു, പക്ഷേ പിന്നീടാണ് അതിന്റെ കൊലപാതകമാണ് എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അതെ, തീർച്ചയായിട്ടും. പാപ്പനംകോട് ഇൻഷുറൻസ് കമ്പനി ഓഫീസിലെ തീപിടുത്തത്തിൽ മരിച്ച രണ്ടാമത്തെയാളെ തിരിച്ചറിഞ്ഞു. മരണപ്പെട്ട ജീവനക്കാരി വൈഷ്ണയുടെ ഭർത്താവ് ബിനുകുമാർ തന്നെയാണ് മരിച്ച രണ്ടാമത്തെയാൾ. DNA ഫലത്തിലൂടെയാണ് മരണം സ്ഥിരീകരിച്ചത്. വൈഷ്ണയെ കൊലപ്പെടുത്തിയ ശേഷം ബിനുകുമാർ ആത്മഹത്യ ചെയ്തെന്നാണ് പോലീസിന്റെ നിഗമനം. അശ്വിൻ ഡിയാഗോയുടെ വിശദാംശങ്ങളുമായി. അശ്വിനിപ്പൊഴി, പാപ്പനംകോട്ടെ തീപിടുത്തത്തിൽ ഏതായാലും മരിച്ച രണ്ടാമത്തെയാൾ നേരത്തെ മരണപ്പെട്ട ജീവനക്കാരി വൈഷ്ണയുടെ രണ്ടാം ഭർത്താവ് ബിനുകുമാർ തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുന്നു. എന്തെല്ലാം വിശദാംശങ്ങളാണ് ലഭിക്കുന്നത്? അതായത് ഇവർ തമ്മിലുള്ള എന്തെങ്കിലും വാക്ക് തർക്കമോ, ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായതായി സൂചനകൾ ലഭിക്കുന്നുണ്ടോ? എന്താണ് ഈ ആക്രമണത്തിന് പിന്നിൽ? തുളസി, കഴിഞ്ഞ 3-ാം തീയതിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. പാപ്പനംകോട് സിഗ്നൽ ഐലൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ശാഖയിലാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടാകുന്നത്. ആ തീപിടുത്തത്തിൽ അവിടുത്തെ ജോലിക്കാരിയായ വൈഷ്ണ വെന്തു മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് മറ്റൊരാൾ കൂടി മരിക്കുന്നു. ഇതാര് എന്ന് കണ്ടെത്താനായിരുന്നില്ല. കാരണം 90% കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു 2 മൃതദേഹങ്ങളും ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ വൈഷ്ണയെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിലും രണ്ടാമൻ ആര് എന്നുള്ളത് ഏറ്റവും വലിയ ചോദ്യമായിരുന്നു. അത് ഒരു പക്ഷേ അവിടെ ആ സമയത്തുണ്ടായിരുന്ന ഒരു ഇൻഷുറൻസ് അടയ്ക്കാൻ വന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം എന്നൊരു നിഗമനത്തിലായിരുന്നു പോലീസ്. പക്ഷേ പിന്നീട് നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ വൈഷ്ണയുടെ രണ്ടാം ഭർത്താവ് ബിനുകുമാർ ആകാം ഈ അപകടത്തിൽ മരണപ്പെട്ടത് എന്നുള്ളൊരു സംശയം പോലീസിന് വരുന്നു. കാരണം നേരത്തെ മുതൽ തന്നെ ഈ ബിനുകുമാറും വൈഷ്ണയും തമ്മിലുള്ള പ്രശ്നം, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസിന് വിവരം ലഭിക്കുന്നു. അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പല നിർണായക CCTV ദൃശ്യങ്ങളിലും ഈ സംഭവം നടക്കുന്ന ഉച്ചയോടുകൂടി ഈ ബിനുകുമാർ വന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുകയും അതേ തുടർന്ന് നടത്തിയ സംശയമാണ് ഇപ്പോൾ ഇത് DNA ടെസ്റ്റിലൂടെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ബിനുകുമാർ തന്നെയാണ് മരണപ്പെട്ടത് എന്നുള്ള ആ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഈ ബിനുകുമാറും വൈഷ്ണയും ഏതാണ്ട് 4 വർഷമായി ഒന്നിച്ച് ജീവിക്കുകയാണ്. കഴിഞ്ഞ 1.5 വർഷമായി ഇവർ വേർപിരിഞ്ഞ് ഈ വൈഷ്ണ തൻ്റെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു. ഇതിനിടയിൽ ഇവർ പലതവണയായി ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോലീസ് മനസ്സിലാക്കുന്നു. ഈ അടുത്തായി, അതായത് ഈ സംഭവം നടക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് വരെ ഈ ബിനുകുമാർ ഈ ഓഫീസിലേക്ക് എത്തി വധഭീഷണി അടക്കം മുഴക്കിയിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഇത് എങ്ങനെയാണ് ഈ ഒരു മരണം സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ പോലീസിന് ആശയക്കുഴപ്പമുണ്ട്. കാരണം ഈ സംഭവം നടന്ന സ്ഥലത്ത് ഫോറൻസിക് പരിശോധനയിൽ നിന്ന് ഒരു കത്തി ആദ്യം കണ്ടെത്തിയിരുന്നു. പിന്നീട് മണ്ണെണ്ണയോ ഡീസലോ കൊണ്ടുവരാൻ ഉപയോഗിച്ച ഒരു കുപ്പിയും കണ്ടെത്തുന്നു. പക്ഷേ ഈ ആദ്യം കണ്ടെത്തിയ ഈ കത്തിയിൽ ചോരക്കറയൊന്നും കണ്ടെത്താനായില്ല എന്നുള്ളതാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവം പോലീസിന്റെ പ്രാഥമിക നിഗമനം അനുസരിച്ച് ഇത് ഒരു കൊലപാതകം തന്നെയാണ്. കാരണം ഈ ബിനുകുമാർ ഈ വൈഷ്ണയെ കൊളുത്തി കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും DNA പരിശോധനയിലൂടെ ഈ മൃതദേഹം തിരിച്ചറിഞ്ഞതോടുകൂടി ഈ നെടുവാമൂട് സ്വദേശിയായ ബിനുകുമാറിന്റെ മൃതദേഹം വീട്ടുകാർക്ക് വിട്ടുകൊടുത്തു. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് മൃതദേഹം വീട്ടുകാർക്ക് വിട്ടുകൊടുത്തത്. ഇതിന്റെ സംസ്കാര ചടങ്ങുകളടക്കം, ബിനുവിന്റെ സംസ്കാര ചടങ്ങുകളടക്കം പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മരണത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്നുള്ള കാര്യം പോലീസിനെ കണ്ടെത്തേണ്ടതുണ്ട്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു കൊലപാതകമാണ്. ഈ വൈഷ്ണയെ കൊലപ്പെടുത്തിയ ശേഷം ബിനുകുമാർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നൊരു നിഗമനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസ്. തുളസി. ഓക്കെ, ആശ്വിൻ ഡിയാഗോ ആണ് വിശദാംശങ്ങൾ നൽകിയത്.